മോർ സർക്കിളിലെ എല്ലാ സ്റ്റെപ്പ് പ്രൊസീജിയർ, കൺസ്ട്രക്ഷൻ ഓഫ് മോർ സർക്കിളിന്റെ പ്രൊസീജിയർ ഇവിടെ കംപ്ലീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഇതേപോലെ പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ പഠിക്കാം. ഓക്കെ, ഇനി അതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സ്ട്രെയിൻഡ് എലമെന്റ്, ഇതാണ് സ്ട്രെസ്സസ് തന്നിരിക്കുന്നത്. സിഗ്മ എക്സ് 30 പോസിറ്റീവ്, സിഗ്മ വൈ 10 പോസിറ്റീവ്, ടോ പോസിറ്റീവ് 20. ഇത് വെച്ചിട്ട് വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൽ അവർ വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇതാണ് മോർ സർക്കിൾ. ഇതിൽ ഒ എന്ന പോയിന്റ് വരച്ചു ആദ്യം. ഒ എ ഈക്വൽ ടു 30 സ്കെയിൽ വരച്ചു. ദെൻ ഒ ബി ഈക്വൽ ടു 10 സ്കെയിൽ വരച്ചു. ഇത് നിങ്ങൾക്ക് സ്കെയിലിൽ വരയ്ക്കണം, എന്നാലേ കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇനി എ സി ഈക്വൽ ടു 20, അതുപോലെ ബി ഡി ഈക്വൽ ടു 20 വരച്ചു. സിയും ഡിയും കണക്ട് ചെയ്തു, ഇ എന്ന പോയിന്റ് കിട്ടി. ഇ എന്ന പോയിന്റ് വെച്ചിട്ട് സർക്കിൾ വരച്ചു. അപ്പോൾ അവിടെ ഇ സി ഡി എന്ന ലൈൻ കിട്ടി, അത് ഡയമീറ്റർ. ഇനി ഇയിൽ നിന്ന് കെ ജോയിൻ ചെയ്തു, ജെ ജോയിൻ ചെയ്തു. ഇ കെ അല്ലെങ്കിൽ ഇ ജെ ഗിവ്സ് എന്താണ്? മാക്സിമം ഷിയർ സ്ട്രെസ് അല്ലേ? അവിടെ മാക്സിമം ഷിയർ സ്ട്രെസ് ടോ മാക്സിമ ഈസ് ഈക്വൽ ടു ഇ ജെ അല്ലെങ്കിൽ ഇ എച്ച്. ഇ ജെ ആൻഡ് ഇവിടെ ഇ ജെ അല്ലെങ്കിൽ ഇ കെ, ഇത് സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇ ജെ ആൻഡ് ഇ കെ ആണ് ശരിക്കും വേണ്ടത്. ഇ ജെ ആൻഡ് ഇ കെ ഇസ് ഈക്വൽ ടു 22.5 ആണ്. ഇ എച്ച് അല്ല, ഇ കെ ആണത്. തെറ്റിപ്പോയി. ഇവിടെ ഇ കെ ആണ് 22.5. ഇനി എന്താ അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കേണ്ടത്? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും. അപ്പോൾ ഒ ജി വിൽ ഗീവ് ദ മേജർ പ്രിൻസിപ്പൽ stress. So major principal stress OG equal to കിട്ടി. അതുപോലെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് OH എന്ന് പറയുന്നത് ഇതാണ് OH, and that is equal to -2.5. എന്തുകൊണ്ട് മൈനസ് എടുക്കാൻ കാരണം? നമുക്കിവിടെ സൈൻ കൺവെൻഷൻ ഓയിൽ നിന്ന് പോസിറ്റീവ് ഇങ്ങോട്ടല്ലേ, അപ്പോൾ ഇത് ഇപ്പുറത്തേക്ക് എടുത്തത് കൊണ്ട് ചിലപ്പോൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഓയിൻ്റെ അപ്പുറത്ത് വരാം എച്ച്, പക്ഷെ ഇവിടെ എച്ച് ഇപ്പുറത്ത് വന്നു. അപ്പോൾ OH ഇസ് ഈക്വൽ ടു -2.5. അത് തെറ്റിപ്പോയത് എടുക്കാൻ. ഇനി ഇൻക്ലിനേഷൻ ഓഫ് ദ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ, ഹാഫ് ഓഫ് ദ സിഇജി ഇതാണ് നേരത്തെ പറഞ്ഞത്. സിഇജി എന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിലെ ആംഗിൾ. അതുപോലെ മൈനർ പ്രിൻസിപ്പളിലേക്ക് എന്തായിരിക്കും? ആംഗിൾ സിഇഎച്ചിന്റെ ഹാഫ് ആയിരിക്കും അല്ലേ? ഇനി മാക്സിമം ഷിയർ സ്ട്രെസ്സിലേക്കുള്ള ഇൻക്ലിനേഷൻ എന്തായിരിക്കും? സിഇ കെ ഒരു വാല്യൂ ആയിരിക്കും, ആൻഡ് സിഇ ജെ വേറൊരു വാല്യൂ ആയിരിക്കും. ഇതാണ് രണ്ട് വാല്യൂസ് ഉണ്ടാവുക. സിഇ കെ അതിന്റെ പകുതി, അതുപോലെ സിഇ ജെന്റെ പകുതി ആയിരിക്കും രണ്ടാമത്തെ വാല്യൂ. രണ്ട് വാല്യൂയും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോർമൽ സ്ട്രെസ് ക്വസ്റ്റനിൽ വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സ്ട്രെസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ അറ്റ് 22.5 ഡിഗ്രി. 22.5 ഡിഗ്രിയിൽ വരുന്ന ഒരു പ്ലെയിനിലെ സ്ട്രെസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന പ്ലെയിൻ ഇങ്ങനെയാണ്, കണ്ടോ? ഈ ആംഗിളിൽ നമ്മൾ എടുക്കുന്നത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആയിരുന്നോ? നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്തപ്പോൾ നമ്മളെ സ്റ്റാൻഡേർഡ് സെക്ഷൻ ഇങ്ങനെയായിരുന്നു അല്ലേ? ഈ ആംഗിളാണ് തീറ്റ എടുത്തത്. ഇത് അതിന്റെ മിറർ ഇമേജ് പോലെയാണ്. അപ്പോൾ തീറ്റ നെഗറ്റീവ് എടുത്തു എന്നാണ് അവിടെ പറഞ്ഞിരുന്നത് അല്ലേ? തീറ്റ നെഗറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ ഇവിടെ ഇ സി എന്ന ലൈനിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷൻ, നേരത്തെ നമ്മൾ പോസിറ്റീവ് ഇങ്ങനെയായിരുന്നു കാണിച്ചത്, ഇങ്ങോട്ടായിരുന്നു പോസിറ്റീവ്, നെഗറ്റീവ് ഇങ്ങോട്ട് കാണിക്കണം. അപ്പോൾ ഇവിടെ 22.5 ആംഗിളിൽ കാണിക്കാൻ പറഞ്ഞു, ആംഗിളിലെ വാല്യൂസ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഫിഗറിൽ 45 ഡിഗ്രിയിൽ ആംഗിൾ വരച്ചു, കണ്ടോ? ഇ സി എന്ന ലൈനിൽ നിന്നും 45 ഡിഗ്രി നെഗറ്റീവ് വരച്ചു. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വരയ്ക്കാൻ കാരണം? ഇവിടെ നമ്മളുടെ ഈ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ അല്ല, ഇത് ഇങ്ങനെയാണ് 22.5 തന്നത്, അതുകൊണ്ട് ഇങ്ങോട്ട് വരച്ചു 45. അപ്പൊ എൽ എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പൊ ഇ എൽ റെപ്രസെന്റ്സ് ദാറ്റ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഈ എല്ലിലെ ഒറിസോണ്ടൽ വാല്യൂ, ദാറ്റ് ഇസ് ഒ എം വാല്യൂ, ദാറ്റ് റെപ്രസെന്റ്സ് സിഗ്മ എൻ. എം എൽ വാല്യൂ റെപ്രസെന്റ്സ് സിഗ്മ ടി അല്ലെ? അപ്പോൾ ഒ എം റെപ്രസെന്റ്സ് സിഗ്മ എൻ 13 ആൻഡ് എം എൽ റെപ്രസെന്റ്സ്, ഇത് താഴോട്ടായതുകൊണ്ട് -21.
മനസ്സിലായല്ലോ? ഇതേപോലെ ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അടുത്തൊരു പ്രോബ്ലം ഇവിടെ ഉണ്ട്. ഈ പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. മോർ സർക്കിൾ വെച്ച് ചെയ്യാനുള്ളതാണ്. സോ ദാറ്റ് വിൽ ബി thorough. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇതിൽ വേറെയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ 45 ഡിഗ്രിയിൽ ഇങ്ങനെയാണ് ആംഗിൾ എടുക്കാൻ പറഞ്ഞത്. ഇവിടെ എന്തൊക്കെ വാല്യൂസ് നോക്കാം. സിഗ്മ എക്സ് പോസിറ്റീവ് ആണ്, സിഗ്മ വൈ പോസിറ്റീവ് ആണ്, ടോയും പോസിറ്റീവ് ആണ്, തീറ്റയും പോസിറ്റീവ് ആണ്. നമ്മൾ സാധാരണ സൈൻ കൺവെൻഷൻ പോലെ തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ വരച്ച പോലെ 45 ഡിഗ്രി പ്ലെയിൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇ സിയിൽ നിന്നും 90 ഡിഗ്രി പോസിറ്റീവ് ഡയറക്ഷനിൽ വരച്ചു. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയല്ലായിരുന്നു. ഒ എം റെപ്രസെന്റ്സ് സിഗ്മ എൻ, എം എൽ റെപ്രസെന്റ്സ് സിഗ്മ ടി, ഒ എൽ റെപ്രസെന്റ്സ് സിഗ്മ ആർ. അതെല്ലാം അവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം. ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ. ഇവിടെ ടോ നെഗറ്റീവ് ആണ്. സിഗ്മ എക്സ് പോസിറ്റീവ് ആണ്, സിഗ്മ വൈ പോസിറ്റീവ് ആണ്. അപ്പോൾ ടോ നെഗറ്റീവ് ആണെങ്കിൽ എങ്ങോട്ടാ വരയ്ക്കാം? നമ്മളിവിടെ ടോ പോസിറ്റീവ് വരച്ചതാണ്, എ സി താഴോട്ട് വരച്ചത്. അപ്പോൾ ടോ നെഗറ്റീവ് എങ്ങോട്ട് വരയ്ക്കും? ടോ നെഗറ്റീവ് എ സി മുകളിലേക്ക് വരച്ചു. കണ്ടോ? ടോ നെഗറ്റീവ് എ സി മുകളിലേക്ക് വരച്ചു. പിന്നെ ബിയിൽ നിന്ന് അതുപോലെ തന്നെ താഴോട്ട് വരച്ചു. എയിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് എയിൽ നിന്ന് മുകളിലേക്ക് വരച്ചു എ സി. നേരത്തെ ചെയ്ത അതേ പ്രോസസ് പ്രകാരം. എന്നിട്ടോ ഇവിടുത്തെ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം 45 ഡിഗ്രിയിലെ ഇൻക്ലിനേഷനെ കാണാൻ പറഞ്ഞു. അപ്പോൾ 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് പ്ലെയിനിലെ സ്ട്രെസ് കാണണം പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇ സി എന്ന ലൈനിൽ നിന്നും ഈ ഡയറക്ഷനിൽ, അതായത് ഇങ്ങോട്ട് മുകളിലേക്ക് എടുക്കുന്ന ഡയറക്ഷനാണ് ഇതിലെ പോസിറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 90 ഡിഗ്രി വരുന്ന രീതിയിലൊരു ലൈൻ വരച്ചു. ദാറ്റ് ഈസ് ഇ എൽ. ദിസ് ഇസ് ദ പ്ലെയിൻ ഇ എൽ. ഇ എല്ലിലെ വാല്യൂസ് ഒ എം ആൻഡ് ഒ എം എൽ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഇതേപോലെ ഇതിലെ മറ്റൊരു ഒന്ന് രണ്ട് പ്രോബ്ലംസ് നിങ്ങളും ചെയ്ത് നോക്കാം. ഇതേ പ്രൊസീജിയർ തന്നെയാണ് അവിടെയും, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ബൈ ദാറ്റ് ഈ ടോപ്പിക് ഈസ് ഓൾസോ ഓവർ. ഓക്കെ, ഇതിന്റെ PDF നിങ്ങൾക്ക് തരുന്നതാണ്, ചെയ്ത് നോക്കാം. So by this first two topics that is coming under the principle that is the stresses on an inclined plane is over. Okay, അപ്പോൾ അതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് stresses on the inclined plane, principal stresses, then Mohs circle. ഇതാണ് 3 പ്രധാന ടോപ്പിക്സ് കവർ ചെയ്തത്. ഓക്കെ, ബൈ.